Hey, what's up everyone? APPEKAZZ here. Welcome back to my channel APPEKAZZ. 4GB RAM, 64GB internal memory, bigger display, bigger battery, triple camera setup, fingerprint sensor. ഇതൊന്നും കൂടാതെ മറ്റൊരു മൊബൈലിലും ഇല്ലാത്തൊരു സ്പെഷ്യൽ ഫീച്ചർ കൂടി, ട്രിപ്പിൾ 4G സിം സ്ലോട്ട് വിത്ത് എക്സ്ട്രാ മെമ്മറി കാർഡ് സ്ലോട്ട്. അങ്ങനെ മൊത്തം 4 സ്ലോട്ട്. ഇതെല്ലാം കൂടി 8000 രൂപയ്ക്ക് താഴെ. ഇമ്പോസിബിൾ അല്ലേ? എന്നാൽ അങ്ങനെ പറയാൻ വരട്ടെ. അങ്ങനെ ഒരു ഫോൺ ഉണ്ട് മച്ചന്മാരെ, നമ്മുടെ ഇന്ത്യ റിലീസ് ആകാതെ ഇന്റർനാഷണലി ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ഒരു ബഡ്ജറ്റ് കിങ്. യെസ് ഗൈസ്, അതാണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത്, ദ ലെനോവോ A8 2020 എഡിഷൻ. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവന്റെ സ്റ്റോറിയാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. യു വാച്ചിങ് APPEKAZZ. ഇറ്റ്സ് മീ APPEKAZZ ഹിയർ. I'm back with the Lenovo A8 manufacturing and designed by Motorola. മോട്ടോറോയായിട്ട് ലെനോവോ ടൈപ്പ് ആയതിനു ശേഷം എനിക്കൊന്ന് മെയ്ഡ് ചെയ്ത ഒരു ഫോണാണ് നമ്മുടെ ഈ A8 എന്ന് പറയുന്നത്. നവംബറിൽ റിലീസായ ഒരു ഫോണാണ്. ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, ഇന്റർനാഷണലി അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാനിത് ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ സീലും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ദയവായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ അൺബോക്സിലോട്ട് കിടക്കാം അല്ലേ? സോ അൺബോക്സ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ചങ്കന്മാരും എന്റെ ചങ്കത്തിമാരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആ ബെല്ലൈക്കണും കൂടെ അമർത്തി ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ ഫോൺ എന്തായാലും കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് പാക്കിങ്ങിലൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അതിന്റെ കുറെ സ്പെസിഫിക്കേഷൻ എന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു കാര്യം നിങ്ങളോടായിട്ട് എനിക്ക് ചോദിക്കാനുണ്ട്. നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 1-2 നമ്മുടെ സുഹൃത്തുക്കളായ വ്യൂവേഴ്സ് നമ്മളോട് പറഞ്ഞു അൺബോക്സിന്റെ കൂട്ടത്തില്ല ട്രോൾ ഒന്ന് ഒഴിവാക്കാവുന്നു. അപ്പം നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന എന്റെ ചങ്കന്മാരും ചങ്കത്തുമാരും ഇതിന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ട്രോള് വേണോ ട്രോള് വേണ്ടയോ? അപ്പൊ എന്തായാലും ഞാൻ എന്റെ ബോക്സ് ഫുൾ ആയിട്ട് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു നമ്മുടെ മൊബൈൽ കിട്ടി, ബ്ലൂ കളർ. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഹെഡ്ഫോണ്, അതുപോലെ ചാർജർ, പിന്നെ USB കേബിള്, യൂസർ മാനുവൽ, ഒരു ഇജക്റ്റഡ് ടൂള്. ഇത്ര ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ ലെനോയുടെ ഫോണിന്റെ ബോക്സ് അൺബോക്സ് ചെയ്തപ്പോഴത്തേനും നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ ഫോണിന്റെ അൺബോക്സിൽ എന്നെ ആദ്യമായി അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഈ ഹെഡ്സെറ്റ് തന്നെയാണ് ഗൈസ്. നല്ല കിടുക്കാച്ചി ക്വാളിറ്റി, ഇൻബിൽറ്റ് മൈക്ക്, റിമോട്ട് കൺട്രോളും കൂടിയുള്ള ഹെഡ്സെറ്റ് തന്നെയാണ്. മറ്റെല്ലാ ഫോണും ഹെഡ്സെറ്റ് ഒഴിവാക്കുമ്പോൾ നമ്മുടെ ലെനോയുടെ ഫോണിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നീട് അവർ ഉൾപ്പെടുത്തിയേക്കുന്നത് ഒരു മൈക്രോ USB കേബിൾ ആണ്. നല്ല ക്വാളിറ്റി, നല്ല ബ്രൈഡർ ആയിട്ടുള്ള 1 മീറ്റർ ലെങ്ത് വരുന്ന ഒരു മൈക്രോ USB കേബിൾ ആണ്. പിന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു വാൾ ചാർജർ ആണ്. 10 വാട്ട്സ് പവർ വരുന്ന 2 ആംപിയറിന്റെ ഒരു വാൾ ചാർജർ ആണ്. ഇപ്പോഴത്തെ എല്ലാ ഫോണിൽ നിന്നും ചാർജർ എടുത്തു കളയുന്നു എന്ന് പറയുന്നു. അപ്പം അതും നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ആക്സറീസിന്റെ കാര്യത്തിൽ. നമുക്ക് എന്തായാലും നമ്മുടെ ഫോൺ ഒന്ന് ഓൺ ആക്കി നോക്കാം. എന്തായാലും നമ്മുടെ ഫോൺ ഒന്ന് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഫോണിന്റെ കുറച്ച് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനും അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ ഒന്ന് പോയാലോ? സോ നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ മച്ചന്മാരെ, ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഹാർഡ്വെയറും അതിന്റെ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ മച്ചന്മാർ, ഇതാണ് നമ്മുടെ ലെനോവോ A8 2020 എഡിഷൻ ആണ്. കളർ വന്നേക്കുന്ന അറബിക് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഇതിന്റെ UAE പ്രൈസ് 399 ദിർഹംസ് ആണ്. നവംബർ 2020 റിലീസായ ഈ ഫോൺ നമ്മൾ ഇപ്പൊ എടുത്തേക്കുന്ന വേരിയന്റ് 4GB റാമും 64GB ഇന്റേണലും ആണ്. അപ്പം മച്ചന്മാരെ, നമുക്ക് ഇതിന്റെ ഹാർഡ്വെയറിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആദ്യം കാണുന്നത് 3 സിം ആൻഡ് +1 കാർഡ് സ്ലോട്ട് ആണ്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനി വേറൊന്നും ഫോണിലും കിട്ടാത്ത ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം റോക്കറും പ്ലസ് ആൻഡ് മൈനസും, പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ സ്വിച്ച് അതും നമുക്ക് അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. മുകൾ സൈഡിലായിട്ട് 3.5 മില്ലിമീറ്ററിന്റെ ഒരു ഓഡിയോ ജാക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അണ്ടർ സൈഡിൽ നമ്മുടെ മൈക്രോ USB 10 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈക്രോ USBയും പിന്നെ നോയിസ് ക്യാൻസലേഷൻ ഉള്ള ഒരു മൈക്കും നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബോഡി മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ്. ഫ്രണ്ട് സൈഡ് മാത്രമാണ് ഗ്ലാസ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഫിംഗർ പ്രിന്റ് സെൻസറും ഡോൾബി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പീക്കറും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഫോൺ റൺ ചെയ്യുന്ന ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ വേർഷൻ ആൻഡ്രോയിഡ് 10 OS ആണ്. ഇനി പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്ത് മീഡിയടെക്കിന്റെ ബഡ്ജറ്റ് പ്രോസറായ ഹീലിയോ P22 എന്ന് പറയുന്ന പ്രോസറാണ്. 2 GHz ആണ് മാക്സിമം സ്പീഡ്. പവർ വിആറിന്റെ ഗ്രാഫിക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ മറ്റൊരു ഫോണിലും ഇല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു ഫീച്ചറാണ് ഇതിന്റെ 3 സിം കാർഡ് ഇടാവുന്ന സ്ലോട്ട്. പക്ഷെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അറ്റ് എ ടൈം നമുക്ക് 2 സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റൂ. നമുക്ക് മെമ്മറി കാർഡ് സ്ലോട്ട് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതുവഴി നമുക്ക് മെമ്മറി കാർഡ് എക്സ്പാൻഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതിന്റെ ഡിസ്പ്ലേ ആണ്. 6.5 ഇഞ്ച് ബിഗർ IPS LCD സ്ക്രീൻ ആണ് നമ്മുടെ ഈ ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 83% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. HD+
ഡിസ്പ്ലേ ആണ്. ഇതിന് 2.5D സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഫ്രണ്ട് കർവ്ഡ് ഗ്ലാസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 269 PPA ഡെൻസിറ്റി ഉള്ള ഇതിന്റെ ഔട്ട്ഡോർ പെർഫോമൻസ് അത്ര മോശം എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ഒരു ആവറേജ് അതിന്റെ പ്രൈസ് റേഞ്ചിലുള്ള മാക്സിമം പെർഫോമൻസ് അത് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇൻഡോറിൽ ഇത് ഞാനിപ്പോൾ പ്ലേ ചെയ്തത് 4K വീഡിയോ ആണ്. ഇൻഡോറിൽ നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ക്വാളിറ്റി ഡിസ്പ്ലേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 4K വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ക്യാമറ ഫീച്ചേഴ്സ് ആണ്. 13 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും നല്ല ഡെപ്ത് സെൻസിങ്ങിന് വേണ്ടി 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും ഒരു സിംഗിൾ LED ഫ്ലാഷുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഫ്രണ്ട് സൈഡിൽ 2 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ നമുക്ക് പോർട്രേറ്റ് സെൽഫിക്കും അതുപോലെ തന്നെ AI ഫേസ് അൺലോക്കിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സഹായിക്കുന്ന ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് Lenovo പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മച്ചന്മാരെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. ഇതിന്റെ കണക്ടിവിറ്റി നോക്കുന്ന ബ്ലൂടൂത്തിന്റെ 5.0 ആണ് യൂസ് ചെയ്യുന്നത്. വൈഫൈയും GPS FM ഇതിൽ കണക്ടിവിറ്റി ഓപ്ഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്. സെൻസർ, ഫിംഗർ പ്രിന്റ് സെൻസർ, ആക്സിലറോമീറ്റർ, പ്രോക്സിമിറ്റി, ഗൈറോ ഇത്രയും ഫീച്ചേഴ്സ് സെൻസറിന്റെ പാർട്ടിൽ നിന്നുണ്ട്. ഇനി ബാറ്ററിയുടെ പാർട്ടിലോട്ട് നോക്കുവാണെങ്കിൽ 5000 mAh ബിഗർ ലിഥിയം അയൺ ബാറ്ററിയാണ് Lenovo നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ഡേയ്സിന്റെ ബാറ്ററി ബാക്കപ്പ് Lenovo അവകാശപ്പെടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. 2 ആംപിയറിന്റെ വാൾ ചാർജർ ഇൻക്ലൂഡ് ആയതുകൊണ്ട് നോർമൽ 10 വാട്ട്സ് സ്പീഡ് കിട്ടും. സോ മച്ചമാരെ, നമ്മുടെ അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സ്പെസിഫിക്കേഷനിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അവൈലബിലിറ്റി പറയുവാണെങ്കിൽ GCC കൺട്രി മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല. അതൊരു ബിഗ് ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇതിന്റെ ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ കമന്റ് ഇടാൻ മറക്കല്ലേ. See you in next video.